ഹായ് ഫ്രണ്ട്സ്, ഇതുകൊണ്ട് ഇത് റെഡി ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കണേ. പോകാം വീഡിയോയിലേക്ക്. ഈ ബൊക്കെ റെഡി ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് കരിയിലയാണ്. നല്ല ഉണങ്ങിയ മയമായിട്ടുള്ള കരിയിലയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ പറമ്പിലുള്ള കരിയില നമുക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കരിയിലേനെ നമ്മളൊന്ന് മയമാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ ഓരോരോ കരിയില എടുത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കി ചേർത്ത് ഒന്നിച്ച് കെട്ടിയെടുക്കണം കേട്ടോ. ഇതേപോലെ കുറച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ വളരെ മനോഹരമായിട്ട് വേസ്റ്റ് തിങ്സ് കൊണ്ട് നമ്മൾ ഫ്ലവർ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓരോരോ ഫ്ലവർ റെഡിയാക്കി അങ്ങനെ നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മൾ റെഡി ചെയ്ത ഫ്ലവറിൻ്റെ തണ്ട് ഇതിനെ കൊണ്ട് റെഡിയാക്കി എന്നാൽ ഈർക്കിൽ കൊണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിക്ക് പോലത്തെ കമ്പുകളിൽ നമുക്ക് റെഡിയാക്കാം. നമ്മൾ ഈ ഫ്ലവർ കെട്ടിയെടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. അങ്ങനെ നമ്മൾ റെഡിയാക്കേണ്ട ബൊക്കയ്ക്ക് ആവശ്യമുള്ള എല്ലാ ഫ്ലവേഴ്സും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ജോലിയാണ്. നമ്മൾ റെഡി ചെയ്ത ഫ്ലവറിനെ ഓർഡർ അനുസരിച്ച് നമ്മൾ അടുക്കി വെച്ചിട്ട് ഒന്നിച്ചൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നോർമലായിട്ട് ബൊക്കെ പൊതിഞ്ഞെടുക്കാൻ ഒരു പേപ്പറുണ്ട്. നമ്മളിപ്പോൾ വേസ്റ്റ് തിങ്സ് കൊണ്ട് നമ്മൾ റെഡിയാക്കിയത് കൊണ്ട് ഈ കവർ ചെയ്യേണ്ട പേപ്പർ വന്ന് നമ്മുടെ പറമ്പിലെല്ലാം കിടക്കുന്ന പാക്കിൻ്റെ പാളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ബൊക്കേനെ ഡെക്കറേറ്റ് ചെയ്യേണ്ട തിങ്സ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ ഏത് മോഡലിലാണ് വയ്ക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ മോഡലിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ റെഡിയാക്കി വെക്കുന്ന ഫ്ലവറിൻ്റെ എണ്ണ അനുസരിച്ചായിരിക്കും, ആ വലിപ്പം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ കവറേജ് നമ്മൾ കവർ ചെയ്തെടുക്കേണ്ടത്. ഞാൻ വന്നൊരു ചെറിയ രീതിയിലുള്ള ഒരു ബൊക്കെയാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 4 പീസേ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അങ്ങനെ ഒരേ മോഡലിൽ ഒരു 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ചേർത്ത് കെട്ടി വച്ചിരിക്കുന്ന ഈ ഫ്ലവർ ബൊക്കയുടെ 4 വശത്തും നമ്മൾ കട്ട് ചെയ്തെടുത്ത പാളയുടെ പീസിന് നമ്മളൊന്ന് വെച്ച് കൊടുക്കാം. വച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടണം. നല്ല ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ഒരു കരിയില പീസിനെ എടുത്ത് ആ കെട്ടിയ ഭാഗത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് അതുമൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടി ലെവൽ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സൂപ്പറായിട്ട് റെഡിയാക്കി എടുത്ത ബൊക്കെ എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. അങ്ങനെ വേസ്റ്റായിട്ട് പോകുന്ന കരിയിലയിലും നമുക്ക് ഉപകാരമായിട്ടുള്ള തിങ്സ് റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്തേക്കണേ. ഇതേപോലത്തെ ഐഡിയാസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ, സീ യു.